ബോസിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തതും അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സ് കീഴടക്കിയ ഒരു 4 മത്സരാർത്ഥികളും അതിനുള്ള കാരണങ്ങളുമാണ് ഈ വീഡിയോയിൽ എന്തായാലും ഇപ്പൊ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ സബ്മാനാണ്. കാര്യം ബിഗ് ബോസ് ഹൗസിൽ സബ്മാൻ എടുത്തിരുന്ന ഒരു സ്ട്രാറ്റജി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളുമായിട്ട് ഇടപഴകുന്ന രീതി ആയിക്കോട്ടെ അതെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു പാവം പയ്യൻ എന്നുള്ളൊരു ഇമേജ് ഈസിലി ക്രിയേറ്റ് ചെയ്യാൻ സബ്മാൻ എന്തായാലും സാധിച്ചിരുന്നു. ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു സബ്മാൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു പാവം പയ്യൻ എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സബ്മാന് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു ക്രഷായി മാറാൻ സബ്മാന് ഈസിലി സാധിച്ചിരുന്നു. അത് ബിഗ് ബോസ് ഹൗസിൽ സബ്മാൻ മത്സരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഈ സബ്മാൻ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ വരുന്ന സമയം അതിന്റെ കമന്റ് ബോക്സിൽ നോക്കിയാൽ തന്നെ അദ്ദേഹത്തിനുള്ള ഒരു ആരാധനയും ആ ഒരു പ്രൊപ്പോസൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ അനീഷാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യവും ഈ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര രീതി ആയിക്കോട്ടെ പെരുമാറ്റ രീതി ആയിക്കോട്ടെ ഇതെല്ലാം വളരെയധികം ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ നിന്ന് തന്നെ അനീഷിന് പെരുമാറാനും അല്ലെങ്കിൽ ആ ഒരു ഗെയിംസ് ആയിക്കോട്ടെ ഇതെല്ലാം കളിക്കാൻ തന്നെ അനീഷിന് സാധിച്ചിരുന്നു. അതായത് മറ്റുള്ള ആൾക്കാരെ പോലെ ദേഷ്യം വരുന്ന സമയത്ത് വായി തോന്നുന്ന ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയില്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് നേരെ ഒരു വയലൻസിലേക്കൊന്നും പോകാൻ അനീഷ് എന്തായാലും തയ്യാറായില്ല. അനീഷിനെ കൺട്രോൾ ചെയ്യാൻ അനീഷിന് നല്ല രീതിയിൽ തന്നെ അറിയാമായിരുന്നു. അല്ലാതെ കെട്ടുവിട്ട ഒരു പട്ടം പോലത്തെ രീതിയിൽ പോകുന്ന ഒരാളായിരുന്നില്ല അനീഷ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനീഷിനോട് ഒരു ആരാധനയും ഫാൻ ബേസും ഒരു പ്രണയവും കാര്യങ്ങളും എല്ലാം തോന്നിയ സ്ത്രീകളുടെ എണ്ണവും കുറവൊന്നുമല്ല. പിന്നെ മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ആര്യനാണ്. ആര്യൻ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാമായിരുന്നു. അതായത് സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു ക്രഷായി മാറാനുള്ള ഒരു സാധ്യത ആര്യൻ എന്തായാലും അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കത് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലായിരുന്നതാണ്. ഉറപ്പാടി ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്ക് താഴെയും ഇത്തരത്തിലുള്ള ഒരു വൻ ഫാൻ ബേസ് സ്ത്രീകളുടെ സൈഡിൽ നിന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ നാലാമത്തെ ആളെന്ന് പറഞ്ഞാൽ അക്ബറാണ്. അക്ബറിന്റെ ഒരു കാര്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മത്സരാർത്ഥിയൊന്നും ആയിരുന്നില്ല. അതായത് ബിഗ് ബോസ് ഹൗസിനകത്ത് അദ്ദേഹം നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജീസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലൊരു സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു സ്ഥാനം പിടിച്ചു വരാൻ അക്ബറിന് സാധിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്ന ഒരു കാര്യം. പക്ഷെ എങ്കിൽ പോലും അക്ബറിനോട് വലിയ രീതിയിൽ ആരാധന തോന്നുന്നു അല്ലെങ്കിൽ വളരെയധികം ഒരു കർഷ തോന്നുന്ന ഒരു വലിയൊരു കൂട്ടം സ്ത്രീകൾ എന്തായാലും പുറത്തുണ്ടായിരുന്നു എന്നുള്ളത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അക്ബറിന്റെ പോസ്റ്റുകൾക്ക് താഴെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അക്ബർ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റ് ബോക്സിലെല്ലാം നോക്കുന്ന സമയത്താണ് എനിക്ക് എന്നുള്ളത് മനസ്സിലായത്. കാര്യം ഉറപ്പാണ് ബിഗ് ബോസ് ഹൗസിലുള്ള ഓരോ മത്സരാർത്ഥികളെയും ആ ഒരു ടീം സെലക്ട് ചെയ്യുന്ന ഉറപ്പായിട്ടും ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനകത്ത് അവര് പ്രോയാണ് എന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമാണ് എന്തായാലും ഈ ഒരു ഷോയിലേക്ക് എന്തായാലും അവരെന്തായാലും വിളിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് അക്ബറിന്റെ സൈഡിൽ നിന്ന് ഉറപ്പാടും അദ്ദേഹത്തിന്റെ ഗെയിംസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു പ്ലേസും ഡ്രാമാസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ അത് നിറവേറ്റാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അതിനോട് വളരെയധികം ആരാധന തോന്നുന്നു അല്ലെങ്കിൽ അത് വളരെയധികം ഇമോഷണലി കണക്ട് ആവുന്ന ആൾക്കാർക്ക് അക്ബറിനോടും ആ ഒരു ഇഷ്ടവും സ്നേഹവും പ്രണയവും ക്രഷും എല്ലാം തോന്നാനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ ആ രീതിയിൽ അക്ബറിനും ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിൽ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 4 ആൾക്കാരല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ബിഗ് ബോസ് സീസൺസിലുള്ള ഒരു മത്സരാർത്ഥി വലിയ രീതിയിൽ സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.